തൗബയുടെ കവാടം മൂന്നാം ഭാഗം. അതിന്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. ശുദ്ധി എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായവർ എന്ന് മാത്രമല്ല, അതുണ്ട്. അതോടുകൂടെ തന്നെ എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്നും നമ്മൾ ശുദ്ധിയാവണം. അല്ലേ? എല്ലാവിധ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്, എല്ലാവിധ മ്ലേച്ഛങ്ങളിൽ നിന്ന് ശുദ്ധിയാവണം. നമ്മൾ മാത്രം ശുദ്ധിയായാൽ പോരാ. ഇന്നലെ അത് വിശദീകരിച്ച് പറഞ്ഞു നമ്മൾ, അല്ലേ? ചളി ഉണ്ടാവാൻ പാടില്ല, ഡ്രസ്സ് ശുദ്ധിയാവണം, വസ്ത്രം ശുദ്ധിയാവണം, കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയാവണം. ഭക്ഷണത്തിന്റെ ശുദ്ധീകരണം വേറെ പറയാനുണ്ട്, വിശദമായിട്ട് നമുക്ക് പറയാം. പിന്നെയോ നമ്മുടെ വീടും പരിസരവും വൃത്തിയാവണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീടും പരിസരവും വൃത്തിയാക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കുന്ന ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞു. അതൊക്കെ ശരിയാണ്. വാഹനം വൃത്തിയാക്കണം. വാഹനം നല്ലതുപോലെ കൊണ്ടു നടക്കണം. നല്ലതുപോലെ വാഹനം എന്ത് ചെയ്യണം? കൊണ്ടു നടക്കണം. ഇപ്പോ വിദേശത്തൊക്കെ ദുബൈയിലൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട് എന്ത് വാഹനം ഒന്നും വൃത്തിയാക്കാതെ പൊടിയും പിടിയൊക്കെ ഇങ്ങനെ പിടിച്ചു കിടന്ന നല്ല ഫൈൻ കിട്ടും. എന്റെ കൂട്ടുകാർ അലിക്ക പറയണ കേൾക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത്. വാഹനം ഒന്നും കഴുകാതെ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടോക്കി നല്ല ഫൈനോട് വരും. വാഹനമൊക്കെ നല്ല മട്ടത്തിൽ കഴുകി ഇങ്ങനെ കൊണ്ടുനടക്കണം. സമയം കിട്ടണം. അതാണ് പിന്നെ പ്രശ്നം. എല്ലാം വൃത്തിയിൽ കൊണ്ട് നടക്കണം. എല്ലാത്തിനും ഒരു വൃത്തി വേണം. അത്തർ ഭൂഷണം ഇപ്പോഴല്ല, നോമ്പുകാരനല്ലാത്ത സമയത്ത് മക്കൾക്ക് അത്തർ ഭൂഷണം, പഠിക്കണ സമയത്ത് ബുദ്ധി വർദ്ധിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. മകം ശുദ്ധിയാവണം, നമ്മളത് വിശദീകരിച്ചതാണ്. ഖൽബ് എങ്ങനെ ശുദ്ധിയാവണം ഇന്നലെ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞു. പിന്നെയോ പുറം ശുദ്ധിയാവണം, ഖൽബ് നന്നാവണം. നമ്മുടെ ചെവി ശുദ്ധിയാവണം. ചെവി എങ്ങനെ ശുദ്ധിയാകാം? ബെഡ്സെറ്റ് എങ്ങനെ ശുദ്ധിയാക്കുക? അത് ശുദ്ധിയാക്കൽ അങ്ങനെയാണ്. അത് ശുദ്ധിയാവണം. ബെഡ്സ് കൊണ്ട് എന്ത് ചെയ്യണം? ചെവിയൊക്കെ ഒന്ന് ഇടക്കൊന്നും തോണ്ടണം. ഇപ്പൊ തോണ്ടാൻ നിൽക്കണ്ട, നോമ്പ് മുറിച്ചാൽ നിൽക്കണ്ട. ഇടക്കെന്ത് ചെയ്യണം? ചെവിയൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെവിയൊക്കെ ഒന്ന് ബെഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ക്ലീൻ ചെയ്യണം. ശ്രദ്ധിക്കണം ആ സമയത്ത്. പിന്നെ ചെവി ശുദ്ധിയാവൽ എങ്ങനെയാ? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വജഅൽനാ മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹ്, ശുദ്ധിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാഹ്, ശുദ്ധിയുള്ള ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടിരിക്കുക. നമ്മുടെ കാതുകൾ ശുദ്ധിയുള്ള കാതുകളാവണം. നമ്മുടെ കാതുകൾ ശുദ്ധിയുണ്ടാവണം. നമ്മുടെ ചെവികൾ ശുദ്ധിയുണ്ടാവണം. എങ്ങനെയാണ് ഉസ്താദേ ചെവി ശുദ്ധമാക്കേണ്ടത്? എങ്ങനെയാണ്? ചെവിയിൽ വരുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ചെവിയെ ശുദ്ധിയാക്കുക എന്നാണോ പറഞ്ഞത്? അതങ്ങനെ തന്നെയാണ് ശുദ്ധിയാക്കേണ്ടത്. അതിനപ്പുറം നമ്മുടെ ചെവികളെ നമ്മൾ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാ? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിനൽ ഗൈബത്തി വൻ നമീമത്തി. ഗൈബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും നിങ്ങളെ കാതിനെ നിങ്ങൾ ശുദ്ധിയാക്കണമെന്നാണ്. ഗൈബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും നിങ്ങളെ കാതിനെ നിങ്ങൾ ശുദ്ധിയാക്കണമെന്നാണ്. ആ ഗൈബത്ത് ഒരാളെ ഫസാദോ, ഒരാളെ ഗൈബത്തോ, ഒരാളെ കുറ്റം പറയുന്നതോ നമ്മൾ ആരും കേൾക്കാൻ പാടില്ല. നമ്മുടെ കാതുകളെ കൊണ്ട് നമ്മളത് കേൾക്കാൻ പാടില്ല. നമ്മുടെ കാതുകളെ കൊണ്ട് നമ്മളത് കേൾക്കാൻ പാടില്ല. ഒരാളെ ചീത്ത പറയുന്നതോ, ഒരാളെ കുറ്റം പറയുന്നതോ, ഒരാളെ ഫസാദ് പറയുന്നതോ, ഉസ്താദേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സംഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പറയണത് കേൾക്കണത് തെറ്റാ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. പറയുന്നതൊക്കെ തെറ്റാണ്, പറയണത് കേൾക്കുന്നത് തെറ്റാണ്. അതിപ്പോ എങ്ങനെയാ? അതങ്ങനെയാണ്.
നിങ്ങളെ കാതുകളെ നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ്, നീ കാക്കണമെന്നാണ്. സമഅകാനിന്റെ കേൾവിയെ നീ കാക്കണമെന്നാണ്. മിനൽ ഗൈബത്തി വന്നമീമത്തി, ഗീബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും കാക്കണമെന്നാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചെവി മിനൽ മുതതഖിരീൻ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുന്നത് മറന്നു പോവണ്ട. വല്ലാത്ത ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് ഉസ്താദെ ഈ കാലഘട്ടത്ത് എങ്ങനെ ജീവിക്കുന്നത്? കാരണം എവിടെയും കേൾക്കുന്നത് മ്യൂസിക്കുകളാണ്, എവിടെയും കേൾക്കുന്നത് ഹറാമാണ്. ഏത് മജ്ലിസിൽ ചെന്നാലും എവിടെ ചെന്നാലും കുറ്റം പറയുന്നതും ഗീബത്ത് പറയുന്നതും അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്ന മോനെ മോളെ, നിന്റെ കാത് കൊണ്ട് മറ്റൊരാളെ ഗീബത്തോ നമീമത്തോ ഫസാദോ പറയുന്നത് നീ കേട്ട് കഴിഞ്ഞാൽ ആ കാത് കൊണ്ട് നാളെ റബ്ബിന്റെ ലോകത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഉസ്താദേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് മുഴുവൻ ഓനല്ലേ ഓളല്ലേ. പറഞ്ഞവർക്ക് തെറ്റുണ്ട്, പറഞ്ഞത് മോനെ കേട്ടവർക്കും തെറ്റാണ്. അതുകൊണ്ട് നോമ്പ് നോറ്റിട്ടോ നോമ്പ് നോൽക്കാതെയോ ഒരാളെ ഗീബത്ത് പറയാനോ കേൾക്കാനോ ഫസാദ് പറയാനോ കേൾക്കാനോ നമ്മൾ ആരും പോവാ നിൽക്കണ്ട. നബി മുഹമ്മദ് മുസ്തഫ വജഅൽനാ മിനൽ മുതതഖിരീൻ, എന്റെ കാതിനെ നീ ശുദ്ധിയാക്കണം അല്ലാ, എന്റെ കാതിനെ നീ ശുദ്ധിയാക്കണം അല്ലാ. എത്ര വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്, എത്ര വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. റമദാൻ നിലാവിലൂടെ തൗബയുടെ കവാടങ്ങൾ കേൾക്കുന്ന ജനലക്ഷങ്ങളെ, കാതുകൾ തുറന്നു വെച്ച് ഓരോ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കുക. ഓരോ വിഷയങ്ങള് അത് എന്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ കാതുകൾക്ക് ഹറാമുകൾക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. പിന്നെയോ വജഅൽനാ മിനൽ മുതതഖിരീൻ, എന്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണമല്ലാ. ഹറാമിയത്തിന്റെ മായാ കാഴ്ചകൾ കണ്ട് കണ്ണ് ഹറാമിയത്തിലേക്ക് തള്ളിപ്പോകുമ്പോ, ഹറാമിയത്തിന്റെ കാഴ്ചകളിലേക്ക് അറിയാതെ കണ്ണ് മുന്നോട്ട് പോകുമ്പോ വജഅൽനാ മിനൽ മുതതഖിരീൻ, ഞങ്ങളെ കണ്ണുകളെ നീ ശുദ്ധിയാക്കണമല്ലാ, ഞങ്ങളെ കണ്ണുകളെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. ആരുമില്ലാത്ത സമയത്ത് മൊബൈലിന്റെ അകത്ത് ഇത്തിരി വെളിച്ചത്തിലൂടെ ഹറാമ് കാണുന്ന കണ്ണുകളായി നമ്മുടെ കണ്ണുകൾ കണ്ണുകളാകാൻ പാടില്ല. ഒരു അന്യപെണ്ണിനോട് ഹറാമായ രൂപത്തിൽ ചാറ്റ് ചെയ്യുന്ന വിരലായി നമ്മുടെ വിരലാവാൻ പാടില്ല. ഒരു അന്യപുരുഷനോട് ഹറാമായ രൂപത്തിൽ ആരുമില്ലാത്ത സമയത്ത് കുറുകുന്ന ഒരു നാവായിട്ടോ കേൾക്കുന്ന ഒരു കാതായിട്ടോ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പിശാചിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനാണ് മുത്തു റസൂലുള്ളാഹി പറഞ്ഞത്, അനസേ നീ ദുആ ചെയ്യുമോനെ, നീ ദുആ ചെയ്യാനസേ, നീ ദുആ ചെയ്യാനസേ. തൗബയുടെ കവാടത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഓരോ അവയവങ്ങൾക്ക് നമ്മൾ തൗബ ചെയ്യണം, ഓരോ അവയവങ്ങൾക്ക് നിങ്ങൾ തൗബ ചെയ്യണം. വജഅൽനാ മിനൽ മുതതഖിരീൻ, എന്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണം അല്ലാ, എന്റെ കാതിനെ നീ ശുദ്ധിയാക്കുക അല്ലാ, എന്റെ മനസ്സിനെ ശുദ്ധിയാക്കുക അല്ലാ. മനസ്സിലേക്കാണ് ആദ്യം ഹറാമിയത്തെ കടന്നു വരുന്നത്, മനസ്സിലേക്കാണ് ആദ്യം തെറ്റ് കടന്നു വരുന്നത്. അങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെ പറയണമല്ലോ, അങ്ങനെ കേൾക്കണമല്ലോ എന്ന് എല്ലാം ആദ്യമായൊരു മനുഷ്യനിലേക്ക് വരുന്നത് മനസ്സിലേക്കാണ്. അതുകൊണ്ടാണ് മുത്തു റസൂലുള്ളാഹി പറഞ്ഞത്, മനസ്സിനെ നിങ്ങൾ പിടിച്ചു നിർത്തണം സഹാബാ. ഹറാമിയത്തിന്റെ പിന്നാലെ പോവാതെ, ഹറാമിയത്തിന്റെ പിന്നാലെ പോവാതെ, കൂട്ടുകാരെ ഹറാമിലേക്ക് നിന്നെ ക്ഷണിക്കുമ്പോ മനസ്സ് വിട്ടുകൊടുക്കാതെ മനസ്സിനെ പിടിച്ചിരുത്തണം ചെറുപ്പക്കാരാ. അവിടെയാണ് വജഅൽനാ മിനൽ മുതതഖിരീൻ, എന്റെ മനസ്സൊന്ന് ശുദ്ധിയാക്കണം അല്ലാ, എന്റെ കണ്ണൊന്ന് ശുദ്ധിയാക്കണം അല്ലാ, എന്റെ കാതൊന്ന് ശുദ്ധിയാക്കണം അല്ലാ, എന്റെ മനസ്സൊന്ന് ശുദ്ധിയാക്കണം അല്ലാ, എന്റെ തലച്ചോറൊന്ന് ശുദ്ധിയാക്കണം അല്ലാ, എന്റെ
രക്തമൊന്ന് ശുദ്ധിയാക്കി തരണേ അല്ലാ. ഏത് ശുദ്ധിയാ നമുക്ക് വേണ്ടത്? മുത്തുനബി പറയാണ്, ഹറാമിൽ നിന്നുള്ള ശുദ്ധിയാണ് വേണ്ടത് മക്കളെ, ഹറാമിൽ നിന്നുള്ള ശുദ്ധിയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയിട്ട്, റബ്ബേ ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ പറഞ്ഞു പോയല്ലോ, സംഭവിച്ചു പോയല്ലോ അല്ലാ, ഇനിയില്ല, ഇനി മടക്കമില്ല അല്ലാ, ഇനി മടക്കമില്ല അല്ലാ, ഇനി മടക്കമില്ല റബ്ബേ. എന്റെ മനസ്സിൽ ഇനി ആരോടും പിണക്കമില്ല, എന്റെ മനസ്സിൽ ആരോട് വൈരാഗ്യമില്ല, എന്റെ മനസ്സിൽ ആരോട് വിദ്വേഷമില്ല. ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിക്കുകയാ, ഞാൻ ചെയ്തു പോരുന്ന തെറ്റുകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാ, ഞാൻ ചെയ്തു പോകുന്ന തെറ്റിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ് റബ്ബേ. ഇനി ഞാൻ മദ്യപാനത്തിലേക്കില്ല, ഇനി ഞാൻ കള്ളുകുടിയിലേക്ക് മടങ്ങുന്നില്ല. എത്ര ചെറുപ്പക്കാരാണ് ഇവിടെ വന്ന് പറയാറുള്ളത്, ഉസ്താദേ ഞാൻ മദ്യപാനം നിർത്തിയിട്ടുണ്ട് ഉസ്താദേ, ഞാൻ കള്ളുകുടി അവസാനിപ്പിച്ചിട്ടുണ്ട് ഉസ്താദേ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മനസ്സിൽ അല്ലാഹു ഹിദായത്തിന്റെ പ്രകാശം കൊടുത്തതിന്റെ അടയാളമല്ലേ അത്. ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങാതെ, ഇനി ഒരിക്കലും ഹറാമിലേക്ക് മടങ്ങാതെ, ഒരു ഹറാമിയത്തിലേക്ക് നമ്മുടെ ശരീരം വിട്ടുകൊടുക്കാതെ, ഈമാനാകുന്ന കാതൽ, ഈമാനാകുന്ന പ്രകാശം കെടാതെ മനസ്സിന്റെ അകത്ത് എന്നും അത് ജ്വലിച്ചു നിൽക്കുന്ന ഭാഗ്യവാന്മാരായി നമ്മൾ മാറുമ്പോഴാണ് വജഅൽനാ മിനൽ മുത്തതഹിരീൻ. എന്റെ ശരീരം നീ ശുദ്ധിയാക്കുക അല്ലാ, എന്റെ ശരീരം നീ ശുദ്ധിയാക്കുക അല്ലാ, എന്റെ ശരീരം നീ ശുദ്ധിയാക്കുക അല്ലാ. അങ്ങനെ ജീവിക്കാൻ വല്ലാത്ത പാടാ, വല്ലാത്ത പ്രയാസമാണ് ഇപ്പോഴത്തെ കാലത്ത്, പുതിയ കാലത്ത് അങ്ങനെ ജീവിക്കാൻ. എങ്ങനെ ജീവിക്കാൻ? എവിടെ ഇറങ്ങിയാലും ഹറാമുകളാണ് അല്ലേ? എവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഹറാം. അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷേ ഹലാലായ കാര്യങ്ങളൊക്കെ കൂടിക്കലർന്നൊക്കെ ഹറാമുണ്ട്. എല്ലാ രംഗങ്ങളിലും ഹറാമ് കൂടിക്കലർന്നു. അതിൽ നിന്ന് മാറി നിൽക്കാനും നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക. അതേ ഇനി മാർഗുള്ളൂ, അതേ ഇനി മാർഗുള്ളൂ. പ്രായമായവർക്കും പ്രായമില്ലാത്തവർക്കും ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും പുറമെ പോയി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാ മേഖലകളിലും ഹറാമിന്റെ അവസരങ്ങൾ ഇങ്ങനെ കേറി വരുമ്പോ അല്ലാഹുവേ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എന്റെ ലൈഫിന് ഇത് യോജിച്ചതല്ല, എന്റെ കണ്ണിന് ഇത് യോജിച്ചതല്ല, എന്റെ കാതിന് യോജിച്ചതല്ല. ഇല്ല റബ്ബേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലാ. ഹറാമിന്റെ ഒരു വിറക് കൊള്ളിയാക്കാൻ, നരകത്തിന്റെ ഒരു വിറക് കൊള്ളിയാക്കാൻ എന്റെ ശരീരത്തെ ഞാൻ തീരുമാനിച്ചിട്ടില്ല അല്ലാ. ആ ഒരു നല്ല മനസ്സ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കെടാതെ എപ്പോഴും നിലനിൽക്കുമ്പോഴാണ് വജഅൽനാ മിനൽ മുതതഹിരീൻ. ഈ ദുആനിക്ക് വിശാലമായ അർത്ഥം, വിശാലമായ അർത്ഥമാണ്. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 വട്ടം കുളിക്കണോലെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണെന്നല്ല. അങ്ങനെയുണ്ട്, അല്ല അങ്ങനെ കുളിക്കാതെ നടന്നിട്ട് കാര്യം, കുളിക്കാതെ നടന്നിട്ട് കാര്യം? കുളിക്കണം. ആ ക്ഷീണം വരുമ്പോ, വിഷമം വരുമ്പോ എന്ത് ചെയ്യണം? കുളിക്കണം. കുളിച്ചു കഴിഞ്ഞാൽ നല്ല റാഹത്തുണ്ടാവും അല്ലേ? കുളിച്ചു നോക്കുന്നവർക്കറിയാം, കുളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല റാഹത്തുണ്ടാവും. എപ്പോഴും നല്ല വൃത്തിയിലും വെടിപ്പിലും ഇങ്ങനെ നടക്കുക, എപ്പോഴും നല്ല വൃത്തിയിലും. ഇനി ഇന്നലെ അത് നമ്മൾ പറഞ്ഞതാണ്, ഇനി അത് ആവർത്തിക്കുന്നില്ല. അടുത്ത വിഷയത്തിലേക്ക് വരാം. എപ്പോഴും നമ്മുടെ ശരീരം അങ്ങനെ ആയിരിക്കണം. ഒരാളിങ്ങനെ കാണുമ്പോൾ, നമ്മുടെ വസ്ത്രം ഇങ്ങനെ കാണുമ്പോൾ, നമ്മുടെ ചെരുപ്പ് ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ ഫസ്റ്റ് അതിലേക്ക് നോക്കുക. എന്ത് ഇവരെ ഷൂ എങ്ങനെയുണ്ട്, ഇവരെ ചെരുപ്പ് എങ്ങനെയുണ്ട്, ഇവരെ വസ്ത്രം എങ്ങനെയുണ്ട്, ഇവരെ വാഹനം എങ്ങനെയുണ്ട് അല്ലേ? ഒരു വീട് ഇങ്ങനെ കാണുമ്പോൾ ആ വീടിന് മതിലുണ്ടെങ്കിൽ ആ മതിലുമൊക്കെയാണ് ആദ്യം നോക്കുക അല്ലേ? ആ മതിൽ ഉഷാറാണ്, അങ്ങനെ വീട് ഉഷാറായി. വീട് നല്ല സൂപ്പറാക്കി, മതിലാകെ കൊച്ചറാക്കി, എന്നാലോ താപ്പത് കറി. മതിലിട് കാണുമ്പോ നോക്കടാ മതിലോക്കടാ അറിയും, പിന്നെയാണ് വീട് നമുക്ക് ശ്രദ്ധിക്കാം. ആ ഇത് ഉഷാറാണല്ലോ.
ആ മതിലൊന്നുമില്ല, അങ്ങനെ അങ്ങനെ ഒരു ആകെ തിണ്ടാണ്ടാക്കുക ഉള്ളു അങ്ങനെ തന്നെ കയറാം. അപ്പൊ മതില് നല്ല റാഹത്തിലാവണം, വീട് നല്ല റാഹത്തിലാവണം. ഉള്ള മുറ്റം കുറച്ചുള്ളൂ, കുറച്ച് മുറ്റുള്ളൂ. ആകെ 1 സെന്റിനാണെങ്കിൽ 1.5 സെന്റ് മുറ്റുള്ളൂ. ഇല്ല മുറ്റം നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാം. എന്നും അടിച്ചു വാരി കൊണ്ടുനടക്കണം. അടിച്ചു വാരാൻ നിങ്ങൾക്ക് മടിയാ തോന്നുന്നുണ്ടല്ലേ? അടിച്ചു വാരലുണ്ടോ? ഇപ്പൊ എല്ലാത്തിനും മെഷീൻ ഇറങ്ങിയ കാലമാണ്. ഇനി പഠിച്ചു മാറാ വല്ല മെഷീൻ ഇറങ്ങിക്കണാവോ? ഉണ്ടാവില്ല, അതിരിക്കൂല. അതറിഞ്ഞ ഈ മെഷീനും ഈ ഇത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ ഇറങ്ങിയല്ലോ എന്നുള്ളത് ഈ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ മതി. ഒരു വേഗം പറഞ്ഞു. നിങ്ങൾ പറയും ഉസ്താദ് ഞങ്ങളെ കുറ്റം പറയണം. കുറ്റം പറയുന്നില്ല, അതങ്ങനെ തന്നെയാണുള്ളത്. അതങ്ങനെ തന്നെയാണുള്ളത്. എന്ത് പിന്നെ വീടും പരിസരമൊക്കെ അടിച്ചു വരുന്ന ഇപ്പൊ വീട് തോത്തണ സാധനമുണ്ട്. എന്താ പിന്നെ പുതിയൊരു പേരുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മൾ എന്ത് വേണം, വെള്ളം ആദ്യം ഒഴിക്കണം, എന്നിട്ട് തോർത്തണം. അങ്ങനെയാണ്. പിന്നെ വെള്ളം ആദ്യം ഒഴിക്കുക, എന്നിട്ട് പിന്നെ വലിക്കണ വൈഫർ ഇറങ്ങി. അപ്പൊ അതിനും വലിയ പുതിയ അപ്ഡേറ്റ് സാധനം ഇറങ്ങിയാണ് അല്ലേ? അയിമ തന്നെ നിൽക്കി, അയിമ തന്നെ വെള്ളം വരും. അങ്ങനൊക്കെ ഉണ്ട്. അതൊരു പ്രസ് ചെയ്ത് അയിമ തന്നെ വെള്ളം വരും. അയിമ തന്നെ വെള്ളം വരും. എന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് തോർത്ത. എന്താ സുഖം, എന്തൊരു സുഖം. മറ്റൊരു കയ്യിൽ ബക്കറ്റ്, ഒരു കയ്യിൽ കൈക്കല കണ്ടം. എന്നിട്ട് അവിടെ ഇരിക്കും അവിടെ. എന്നിട്ട് ബക്കറ്റിലിട്ട് പീയ, എന്നിട്ട് തോത്തുക. എന്നിട്ട് ആ ബക്കറ്റിൽ തന്നെ പിന്നിടുക, എന്നിട്ട് പീയ തോത്തുക. കുറേ നിലം തുടച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മാന്റെ കൂടെ കൂടിയാണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ തറവാടൊക്കെ എന്നും നിലം തുടച്ചീനോ, താഴെ തുടച്ചീനതോ ഒക്കെ ഞങ്ങളേനി. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, നിലൊക്കെ തുടച്ചിട്ടുണ്ടാവും. എന്തൊരു റാഹത്താണ്. ആദ്യം ഈ മണ്ണില്ല വീട്ടില്, അതായിരുന്നു ഒന്നുകൂടി റാഹത്ത്. മണ്ണുകൊണ്ട് ഇങ്ങനെ തേമ്പിണ മതില്, മണ്ണുകൊണ്ട് ഇങ്ങനെ തേമ്പിണ വീട്, അടിയൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തേച്ച് കൊടുക്കുക. എന്തൊരു സന്തോഷം ഇത്, എന്തൊരു റാഹത്തിന്. നല്ല തണുപ്പേക്കാണ് അവിടെയൊക്കെ കിടക്കാണ്. പാവം ഉമ്മേന്റി നമ്മിൽ നിന്ന് മരിച്ചു പോലെ കബർക്ക് അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, വിശാലാക്കി കൊടുക്കട്ടെ. തടുക്കട്ട വീട്ടിലൊക്കെ വളർന്നവരാണ് ഞങ്ങള്. തടുക്കൊണ്ട് ഓലോണ്ട് തടുക്ക് മേയാം. തടുക്കൊക്കെ ഉഷാറായിട്ട് മേയും ഞങ്ങള്. കാരണം ഉമ്മ നല്ലോണം മേയിപ്പിച്ചു. തടുക്ക് മേയും. ഒരു തടുക്ക് ചിലപ്പോൾ 1 മാസമൊക്കെ ഉണ്ടാവുള്ളൂ വീടിന്റെ മേലെ. അത് മാറ്റേണ്ടി വരും. അതിന്റെ മേലെ ദാർപ്പായിനെ പോലെയുള്ള ഷീട്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങളെ ഉമ്മമാരുടെ ഒക്കെ ചോദിച്ചു നോക്കി. ഇതൊന്നും പുതിയ കാലത്ത് പോയിട്ടില്ല. ചോദിച്ചു നോക്കി, ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒക്കെ ചോദിച്ചു നോക്കി. അപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മളിങ്ങനെ ആലോചിച്ചു. അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അല്ല, അന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ രസമാണ്. അന്നത്തെ ജീവിതം പറഞ്ഞാൽ വലിയ രസമാണ്. ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ വീട്ടിൽ നിന്നിട്ടുണ്ട്. ഓലമേഞ്ഞ വീട്ടിൽ നിന്നിട്ടുണ്ട്. ഓലമേഞ്ഞ വീട്ടിൽ നിൽക്കുമ്പോ മഴ പെയ്യുമ്പോ, നല്ല മഴ പെയ്യുമ്പോ വീട് ഇങ്ങനെ ചോർന്ന് വിളിക്കുമ്പോ അയൽപ്പക്കത്ത് ഒരു അമ്മായി ഉണ്ടേനി, പാവം മരിച്ചുപോയി. അള്ളാഹു ഉമ്മായിക്കും അമ്മായിക്കാക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അങ്ങോട്ട് പോകും. എത്ര ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. പക്ഷെ ആ വീട്ടിലും ആ ഒരു കാലത്തൊക്കെ നിൽക്കാനൊരു സമാധാനമാണ് അല്ലേ? എന്തൊരു സന്തോഷാണ്, എന്തൊരു സമാധാനമാണ്, എന്തൊരു റാഹത്താണ്, എന്തൊരു റാഹത്താണത്. ഇന്ന് ആ സന്തോഷമൊക്കെ എവിടെ പോയി? ഇന്ന് ആ സന്തോഷങ്ങളും ആ സൗഹൃദങ്ങളൊക്കെ എവിടെ പോയി? പലരും വീട്ടിന്റെ ചുറ്റുഭാഗത്ത് മതിൽ കെട്ട് തീർത്തിട്ട് ഞാനും എന്റെ കുടുംബവും മതി എന്ന ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഒതുങ്ങിയോ? ഒതുങ്ങാൻ പാടില്ല, ഒതുങ്ങാൻ പാടില്ല. ആ സൗഹൃദവും ആ സ്നേഹവും ആ ഇഷ്ടവും ആ ഒരു സൗഹാർദ്ദവും എന്നും നിലനിന്ന് പോകണം. ഇനി കൂട്ടത്തിൽ ഒരാളങ്ങട്ട് ഉയർന്നു എന്ന് കരുതിയിട്ട് അവനെതിരെ തിരിയരുത്. അള്ളാഹു നൽകുന്നു. അള്ളാഹു ഓരോ നിലക്കും അള്ളാഹു ഉയർച്ചയും താഴ്ചയും പരീക്ഷണങ്ങളും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തരും. പക്ഷെ എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോവാതെ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അറിവിനിലാവ് കേൾക്കുന്നതിൽ ചില ആളുകൾക്ക് വലിയ വീട് അള്ളാഹു നൽകിയിട്ടുണ്ടാവും. അള്ളാഹു നല്ല ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. വാർപ്പ് വീടുണ്ടാവും, മോടിട്ട വീടുണ്ടാവും, ടെറസിട്ട വീടുണ്ടാവും, ഓലമേഞ്ഞ വീടുണ്ടാവും. വാടകക്കും കോട്ടേഴ്സിലൊക്കെ നിൽക്കണോല് ഈ മജ്ലിസിലുണ്ടാവും. അവിടെയൊക്കെ വൃത്തി ഓല കൊണ്ട് നടക്കണം. അങ്ങോട്ടപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അതൊക്കെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം.
ചിലപ്പോൾ നമ്മളെ വീട്ടിന്റെ മുന്നിൽ നല്ല ചെടിയൊക്കെ വാങ്ങും. ഈ ഉമ്മമാരോ സഹോദരന്മാരൊക്കെ വീട്ടിൽ നല്ല റാഹത്തിൽ സൂപ്പറായിട്ട് ചെടി വളർത്തും, നല്ല ചെടി വളർത്തും. ഇപ്പൊ എന്റെ കൂട്ടുകാരുണ്ട് സുഹൈൽ, എൻ്റെ അമ്മ, എന്തൊരു നല്ല രാത്രി, എന്താ ഭംഗി ആ ചെടികളൊക്കെ കാണാൻ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെടി, പൂവ് ഇതൊക്കെ വളർത്തുക, അതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക, അതൊക്കെ അതിന്റെ മട്ടത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം. ലോക്ക്ഡൌണോടെ വന്ന സമയത്ത് എല്ലാവരും വീടിന്റെ മുമ്പിൽ കയറുമ്പോഴും ചെടിച്ചട്ടിയാണ്, എല്ലാവരും വീടിന്റെ മുമ്പിലും തൂങ്ങി ഇങ്ങനെ നടക്കും. കുറെ ഇങ്ങനെ തൂങ്ങിയിട്ടും കുറെ അങ്ങനെ തൂങ്ങിയിട്ടും കുറെ ചെടി നേരെയായിട്ടും കുറെ ചെടി കുത്തനായിട്ടും. ഇപ്പൊ ഒന്നും കാണില്ല. അപ്പൊ ഉള്ളത് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം, നല്ല വൃത്തിയിൽ. ഒരു വീട്ടിലേക്ക് അങ്ങ് കയറി വരുമ്പോ, ഒരു വീട്ടിലേക്ക് ചില വീടിന്റെ മുന്നിലേക്ക് കയറി വരുമ്പോ തന്നെ ഉണ്ടാവും വീടിന്റെ മുന്നില് ആട്ടും കൂട് അല്ലെങ്കിൽ പശുവിന്റെ ആല ഉണ്ടായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പശുവും ആടൊക്കെ വീടിന്റെ ബർക്കത്താ. നമ്മൾ ചിലപ്പോ പറയും എന്ത്, വീട്ടിൽ കയറി ഇതിന്റെ വാസന. നമ്മൾ പറയില്ലേ, ഉമ്മ അതിന്റെ പാലൂറ്റിയിട്ടാണ് കുടുംബം പോറ്റിയത് എന്നല്ലേ നമ്മൾ മറന്നുപോയി അല്ലേ? ആ ആടിന്റെയും ആ പശുവിനെയും പാലൂറ്റിയിട്ടാണ് ഉമ്മയും ബാപ്പയും നമ്മളെ വളർത്തിയതെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഒരു മുന്നിൽ തന്നെ ഉണ്ടാവട്ടെ, എന്തായാലും കുഴപ്പം. പക്ഷേ മുന്നിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് മുന്നിലിട്ടിട്ട് നമ്മൾ നമ്മളെ പണിയൊക്കെ എടുത്ത് അത് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം. ആ പശുവിന്റെ ചാണകവും ആട്ടിന്റെ കാഷ്ടവും അതൊക്കെ വൃത്തി പോലെ വൃത്തിയാക്കിയിട്ട് എന്നും ക്ലീൻ ചെയ്ത് എന്നും വൃത്തിയാക്കി കൊണ്ട് നടക്കണം. പശുവിന്റെ ആലയൊക്കെ, ചില പശുവിന്റെ ആലയൊക്കൊന്നും നോക്കാൻ വരെ തോന്നൂല. അങ്ങനെ ആവരുത്. എന്താ പശുവിനെ ഇടക്ക് കഴുകിയാല്, എന്താ പശുവിന്റെ ആല ഇടക്ക് കഴുകിയാല്, അങ്ങക്ക് പറഞ്ഞാൽ മതി, നിങ്ങളോട് ചെയ്ത് നോക്കേണ്ടി. എന്താ ചെയ്താല് വൃത്തി പോലെ കൊണ്ടു നടക്കണം, വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. വീടിന്റെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ വീടിന്റെ ആ ഭാഗത്ത് തന്നെ അത് ഉണ്ടെന്ന് കരുതിയിട്ടൊന്നും ഒരു പ്രശ്നമില്ല. ഉണ്ടോ? ഒരു പ്രശ്നമില്ല. എന്താണ് വിചാരിച്ചത്, നമ്മൾ രാവിലെ നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ അൽഹംദുലില്ലാഹ് പശുവിന്റെ ആല മുന്നിലുണ്ട്, അല്ലെങ്കിൽ ആട്ടും കൂട് മുന്നിലുണ്ട്, കോഴിക്കോട് മുന്നിലുണ്ട്, എന്തായാലും ഒരു കുഴപ്പമില്ല. അറ്റങ്ങളൊക്കെ വീടിന്റെ ബർക്കത്താണ്. പക്ഷെ അതൊക്കെ വൃത്തിയിൽ കൊണ്ടടക്കണം. അവിടെയാണ് വിജയം. ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. എങ്ങനത്തെ ശുദ്ധി? എല്ലാ മേഖലയിലും ശുദ്ധി. ഒരു മേഖല മാത്രം പോരാ, എല്ലാ മേഖലയും ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. وجعلنا من عبادك الصالحين وجعلنا من عبادك الصالحين. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. സ്വലാഹിയത്തുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റബ്ബേ. തൗബയുടെ കവാടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വലാഹിയത്തുള്ളവരെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീങ്ങളുണ്ടല്ലോ, തഖ്വയുള്ളവരുണ്ടല്ലോ, ഭക്തിയുള്ളവരുണ്ടല്ലോ, ബാങ്ക് കൊടുത്താ നിസ്കരിക്കണമെന്ന മനസ്സുള്ളവരില്ലേ, ബാങ്ക് കൊടുത്താ നിസ്കാരപ്പായിലേക്ക് വരാ മനസ്സുള്ളവരില്ലേ, തഖ്വയിലുള്ള ജീവിതം, കുറ്റം പറയാനില്ല, ഗീബത്ത് പറയാനില്ല, ഫസാദ് പറയാനില്ല, നമീമത്ത് പറയാനില്ല, ഇവിടത്തത് അവിടെ കൊടുക്കാനില്ല, അവിടെ പറഞ്ഞത് ഇവിടെ കൊടുക്കാനില്ല. അങ്ങനെ പരസ്പര രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും വിഭാഗീയത്തിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറികളും ചീത്തവാക്കും പറയാതെ പരസ്പരം സ്നേഹത്തോടെ സ്വലാഹിയത്തുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാരാ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. മിൻ ഇബാദിക സ്വാലിഹീൻ, നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ കൂട്ടത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിലൂടെ ഞാൻ നടന്നു പോയപ്പോ അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ മനോഹരമായൊരു കവാടം ഞാൻ കണ്ടുപോയി സ്വഹാബ. ആ കവാടന്മാർക്കാണ് ജിബ്രീലേ നബിയേ, ആ കവാടത്തിലൂടെ ഒരാളും കടക്കൂല ഇല്ല സ്വാലിഹീങ്ങളല്ലാതെ കടക്കൂല നബിയേ. സ്വാലിഹീങ്ങളെ മാത്രം
കടക്കാനുള്ള കവാടമാ നബിയേ, സ്വാലിഹീങ്ങൾ മാത്രം കടക്കാനുള്ള കവാടമാ നബിയേ. അതുകൊണ്ട് സ്വാലിഹാവാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. സ്വാലിഹി എന്ന പേര് കൊണ്ട് കാര്യമുണ്ടോ? സ്വാലിഹ് എന്നുള്ള പേര് നല്ല പേരാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. പേര് നന്നാവണം. പേര് നന്നായാൽ മക്കളും അതുപോലെ നന്നാവും. പേര് നന്നായാലേ മക്കളും അതുപോലെ നന്നാവും. അപ്പൊ നമ്മൾ സ്വാലിഹാവണം. നമ്മൾ മാത്രം സ്വാലിഹായ മതിയോ? നമ്മളാവണം, ഭാര്യയാവണം, ഭർത്താവണം, ഉമ്മ, ബാപ്പ, വലിയമ്മ, വലിയപ്പ, മക്കള്, മരുമക്കൾ, പേരമക്കൾ, നാത്തൂന്, മൂത്തന്, മൂത്തച്ചി, ഇളച്ചി, മൂത്തച്ഛൻ, കൂട്ടുകുടുംബങ്ങളൊക്കെ സ്വാലിഹീങ്ങളാവണം. എല്ലാവരും സ്വാലിഹീങ്ങളാവണം. എല്ലാവരും കുടുംബസമേതം സ്വർഗത്തിൽ പോകണം. അല്ലേ? അതിനെന്ത് വേണം? സ്വലാഹിയത്തിന്റെ ഒരു അടയാളം നമ്മളിൽ വേണം. സ്വലാഹിയത്തിന്റെ ഒരു അടയാളം നമ്മളിൽ വേണം. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാതെ നടക്കുക. ഇതങ്ങനെ അങ്ങനെ കടന്നൊരു കുത്തി മരുന്നോ അങ്ങനെ നടക്കുക. എന്ത് ചോദിച്ചാലും ഇജ്ജ് ഭക്ഷണം കഴിച്ചോ? ഇജ്ജ് പോരണോ? ചൗല പറച്ചില്ല. കടന്നൊരു കുത്തിയെടുക്കാൻ അത് പറ്റൂല, അത് പറ്റൂല. പുഞ്ചിരിയാണ് എപ്പോഴും വേണ്ടത്. പുഞ്ചിരിക്കുന്നവന് ദീർഘായുസ് കൂടുന്നു. പുഞ്ചിരിക്കുന്നവന് അത്തബസ്സുമു മിനസ് സദഖ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെച്ചോളി നോട്ട്ബുക്കിൽ. പുഞ്ചിരിക്കൽ സദഖയാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കൽ സദഖയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാണി, ഒന്ന് പുഞ്ചിരിച്ചാണി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി വേഗം പുഞ്ചിരിച്ചോളി. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാണ്ട് ഇന്റെ മുഖത്ത് നോക്കിയിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി പുഞ്ചിരിക്കും. ചിരിച്ചോ? സ്വതക്കയാണ്. സ്വതക്ക ഒരു സ്വതക്കന്റെ കൂലി ഇട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുഞ്ചിരിക്കും. ഒരു സ്വതക്കന്റെ കൂലി ഇട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുഞ്ചിരിക്കുന്നു. പുഞ്ചിരിച്ചോ? ഒരു സ്വതക്കന്റെ കൂലിയാണ്. പുഞ്ചിരിക്കൽ സ്വതക്കയാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല മുഖം അത് കണ്ടാൽ തന്നെ നമ്മൾ പറയാം, ഓ മോനെ മോറ് കണ്ടാൽ തന്നെ അറിയട്ടോ, ഓ എന്തോ മരിച്ചു കിടക്കുമ്പോ എന്തോ ഒരു നല്ല മയ്യത്ത് അറിയും. സ്വലാഹിയത്തിന്റെ അടയാളമാണ്. സ്വലാഹിയത്തിന്റെ അടയാളമാണത്. ഉസ്താദെ ഞങ്ങൾ ഒറ്റക്കാണ്. ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ അങ്ങനെ ചെറുക്കണ്ട. ചിലപ്പോൾ നിങ്ങളെ എങ്ങോട്ടേലും കൊണ്ടുപോകും, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒറ്റക്കാകുമ്പോൾ അങ്ങനെ ചിരിച്ചിരുന്നാലേ, ഒറ്റക്ക് ചിലപ്പോൾ ചിരിച്ചൊക്കെ വർത്താനം പറഞ്ഞിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്താവും, വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ആരെങ്കിലും. സാരല്ല. അവന് വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മളെ കാണുമ്പോ തന്നെ നമ്മുടെ മുഖം കാണുമ്പോ മനസ്സിലാവണം, ഇതൊരു ഈമാനുള്ളതിന്റെ അടയാളമാണ്. നമ്മുടെ വസ്ത്രം കാണുമ്പോ മനസ്സിലാവണം, ഇതൊരു ഈമാനുള്ള കുടുംബത്തിൽപ്പെട്ട ആണാണ്, പെണ്ണാണ്. ഒരു പെണ്ണിന്റെ സംസാരം കേട്ടാൽ മനസ്സിലാകും ആ പെണ്ണ് വളർന്ന കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഒരാണിന്റെ സംസാരം കേട്ടാൽ മനസ്സിലാവും ആ ആണ് വളർന്ന കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ല്ലേ? അതുകൊണ്ടാണ് വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. സ്വാലിഹീങ്ങൾ ആരാണ് നബിയേ? സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? ആരാണ് നബിയേ? സ്വാലിഹീങ്ങൾക്കുള്ള ഒരു അടയാളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റമളാൻ നിലാവിലൂടെ വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകൾ ലഭിക്കുന്ന നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ബാപ്പമാര്, സഹോദര സഹോദരിമാര്, എന്റെ റമളാൻ നിലാവിന്റെ പ്രേക്ഷകരോട് സ്നേഹത്തോടെ ഞാൻ അടുത്ത ഹദീസ് പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയേ സ്വാലിഹീങ്ങൾ ആരാ? അവരുടെ അടയാളമെന്ന് പറഞ്ഞു തരുമോ നബിയേ? അവരുടെ അടയാളമെന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാമത്തെ അടയാളം പറഞ്ഞു കൊടുത്തതെന്താ? അവരുടെ വേഷം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ് അവര് സ്വാലിഹാണോ അല്ലയോ എന്നുള്ളത്. ഒരു സ്വലാഹിയത്തുള്ള വസ്ത്രം ധരിക്കുന്നവനാരാ? ഒരു സ്വലാഹിയത്തുള്ള വേഷം ധരിക്കുന്നവനാരാ? ഒരു മാനമര്യാദക്കുള്ള വസ്ത്രം ധരിക്കുന്നവനാരാ? ഒരു മാനമര്യാദക്ക് മുടി വെട്ടുന്നവനാരാ? ഒരു മാനമര്യാദക്ക് ഇടപെടുന്നവനാരാ? സംസാരങ്ങളിൽ മാന്യത കാത്തു സൂക്ഷിക്കുന്നവനാരാ? അല്ലാഹുവേ,
അവന്റെ നടത്തങ്ങളിൽ മാന്യത കാത്തു സൂക്ഷിക്കുന്നവനാരാ? അവന്റെ ഇടപെടലുകളിൽ മാന്യത കാത്തു സൂക്ഷിക്കുന്നവനാരാ? അവൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്. അതൊരു അടയാളമാണെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്ത അടയാളം പറയട്ടെ, അടുത്ത അടയാളം പറയട്ടെ. സ്വാലിഹായ പെണ്ണേ, സ്വാലിഹായ ആണേ, സ്വാലിഹായ ഒരാളുടെ അടുത്ത അടയാളം എന്താ? അവൻ ഇടക്കിടക്ക് തൂബൂ ഇലല്ലാഹ്, യജമാനനായ റബ്ബിലേക്ക് അവർ ഇടക്കിടക്ക് തൗബ ചെയ്യും. സ്വഹാബാ, യജമാനനായ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഇടക്കിടക്ക് അവര് തൗബ ചെയ്യും. സ്വഹാബാ, അവര് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇടക്കിടക്ക് റബ്ബിലേക്ക് അവരെ തൗബ ചെയ്യും. സ്വഹാബാ, അവര് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇടക്കിടക്ക് അവരെ മനസ്സ് പൊട്ടിയിട്ട് റബ്ബിനോട് പറയും. സ്വഹാബാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇടക്കിടക്ക് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിലേക്ക് ഇടക്കൊക്കെ തൗബ ചെയ്ത് മടങ്ങുന്ന പെങ്ങളെ, നിങ്ങളെ കുറിച്ചിട്ടാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അവരെ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്, അവൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്. സ്വലാഹിയത്തിന്റെ അടയാളം മുത്തു റസൂലുള്ളാഹി പറയുകയാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വൈനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമു വദൂദ്. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും ആ തെറ്റിലിങ്ങനെ മുന്നോട്ട് പോവുകയല്ല. കള്ളു കുടിച്ചവൻ, വ്യഭിചരിച്ചവൻ, ഹറാമ് പറഞ്ഞവൻ, പലിശ വാങ്ങിയവൻ, ഹറാമ് ചെയ്തവൻ, അവൻ ആ തെറ്റിലിങ്ങനെ നിലനിൽക്കാതെ, അവൻ ആ തെറ്റിലിങ്ങനെ നിലനിൽക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ചെയ്ത തെറ്റിൽ നിന്ന് റബ്ബിലേക്ക് അവർ ഇസ്തിഗ്ഫാർ നടത്തും. എനിക്ക് പൊറുക്കുക അല്ലാഹ്, ചെയ്ത തെറ്റിനോട് അല്ലാഹ് പറ്റിപ്പോയല്ലോ അല്ലാഹ് എന്ന് കരുതിയിട്ട് സുമ്മ തൂബൂ ഇലല്ലാഹ് ഇന്ന റബ്ബി റഹീമു വദൂദ്. മടങ്ങുമോനെ റബ്ബിലേക്ക്, മടങ്ങുമോളെ റബ്ബിലേക്ക്. കൂട്ടുകാരുടെ വാക്കിന് വില കൊടുത്തുകൊണ്ട് വീണ്ടും ഹറാമിയത്തിലേക്ക് നീ ചാടി വീഴണ്ട. ക്യാമ്പസിന്റെ കത്തളങ്ങളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരെ മദ്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ, കൂട്ടുകാരെ ഹറാമിയത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ, അഥവാ ജീവിതത്തിൽ വല്ല പാകപ്പിഴവുകൾ സംഭവിച്ചാൽ, എന്റെ ജീവിതം ഇതോടുകൂടെ തീർന്നല്ല അല്ലാ, എന്റെ ലൈഫ് ഇതോടുകൂടെ തീർന്നല്ല അല്ലാ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തുവല്ലോ അല്ലാ, ഞാൻ കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചല്ല അല്ലാ, കുടിക്കാൻ പാടില്ലാത്തത് ഞാൻ കുടിച്ചല്ലോ, പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞല്ലോ, പ്രവർത്തിക്കാൻ പാടില്ലാത്തത് ഞാൻ പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന തെറ്റുകൾ വീണ്ടും 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 ഉളുപ്പില്ലാതെ ചെയ്യുന്നവരായി നമ്മളെ മാറാതെ, ആ ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ എല്ലാം മനസ്സ് തട്ടിയിട്ട് മാറാൻ സുമ്മ തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ. വതൂബൂ ഇലല്ലാഹി ജമീആ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, സ്വാലിഹീങ്ങൾ അടയാളം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വതൂബൂ ഇലല്ലാഹി ജമീആ. എല്ലാ തെറ്റുകളും റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നവനാരാ? ഇനി മടക്കമില്ല അല്ലാ, ഇനി കല്ലിലേക്ക് മടക്കമില്ല അല്ലാ, ഇനി പലിശയിലേക്ക് ഞാൻ മടക്കമില്ല അല്ലാ, ഇനി എന്റെ ലൈഫിൽ എനിക്ക് നടന്ന ഹറാമിയത്തിലേക്ക് ഞാൻ മടക്കമില്ല അല്ലാ. പറ്റിപ്പോയി റബ്ബേ, ജീവിതത്തിൽ സംഭവിച്ചു പോയി റബ്ബേ, പറ്റാൻ പാടില്ലാത്തത് പറ്റിപ്പോയി, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയി, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയി, കുടിക്കാൻ പാടില്ലാത്തത് കുടിച്ചു പോയി. തൂബൂ ഇലല്ലാഹ്, ഇനി റബ്ബേ നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുകയാ, ഇനി മടങ്ങൂല, ഇനി കള്ള് വേണ്ട, ഇനി പെണ്ണ് വേണ്ട, ഇനി പലിശ വേണ്ട, ഹറാമ് വേണ്ട, ചൂതാട്ടം വേണ്ട, ഇനി ഹറാമിയത്തിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കൂല. തൂബൂ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. ഇതാണ് സ്വാലിഹീങ്ങൾ അടയാളം.
ഇതാണ് സ്വാലിഹീങ്ങളുടെ അടയാളം. അല്ലാതെ ഓനൊരു കൊലപാതകം നടത്തി, ഓൻ കൊലപാതകിയാണ് എന്നും ഓനെ കൊലപാതക. ഒരാള് ഒരിക്കൽ കള്ളു കുടിച്ചു, തെറ്റാണ്, ഒരിക്കലും ന്യായീകരണല്ല. പക്ഷെ ഓനെ എന്നും നമ്മുടെ സമൂഹം കള്ളുകുടിയനാക്കി മാറ്റുക, അത് പറ്റൂല. ഒരാളെടുക്കൽ ഒരു തെറ്റ് സംഭവിച്ചു, തെറ്റ് സംഭവിക്കേണ്ടത് തിരുത്തണം, ഇസ്തിഗ്ഫാർ ചൊല്ലി റബ്ബിലേക്ക് മടങ്ങണം എന്ന് കരുതിയിട്ട് ഓനെന്നും തെറ്റുകാരനാ, ഓനെന്നും അങ്ങനെ ആവാൻ പാടുള്ളൂന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട് ചില ആളുകൾക്ക് നിറം. ഓനെന്നും അങ്ങനെയാണ്, ഓനെന്നോ അതിന് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഒന്നാലും ഇതിങ്ങനെ കുത്തിപ്പൊക്കി ചീഞ്ഞു നാറ്റി ഇങ്ങനെ നടക്കേണ്ട. അത് മനസ്സ് ചീഞ്ഞവരുടെ അടയാളാണ്. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓലെ മനസ്സ് നന്നാവണം. നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞെടുക്കണമെങ്കിൽ നമ്മളെ മനസ്സ് ചീഞ്ഞോണ്ടാണ്. നമ്മളെ മനസ്സ് ചീയണ നമ്മൾക്ക് കാണാൻ കഴിയണില്ല. വേറെ ലോല കാര്യം നമ്മൾ ഇങ്ങനെ നോക്കിയെടുക്കും. നമ്മൾ കുറ്റപ്പെടുത്തില്ല, പക്ഷെ അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റണം. നമ്മൾ മാറേണ്ട ടൈം കഴിഞ്ഞു. ഇന്നലെ മറിയുമ്മ നമ്മുടെ രാത്രിക്കത്തെ മജ്ലിസിൽ പങ്കെടുത്ത ഉമ്മയാണ്. ഇന്ന് ആ ഉമ്മ ഖബറിലാണ്. ഇന്ന് ഉച്ചക്കാണ് ആ ഉമ്മനെ ഖബറടക്കിയത്. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നാളെ ചിലപ്പോ എന്റെ പേര് പറയും, അല്ലെങ്കിൽ നിങ്ങളെ പേര് പറയും. ഉസ്താദ് മരിച്ചുപോയി, അല്ലെ നിങ്ങള് മരിച്ചുപോയി. ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. റമദാനിന്റെ ഇന്നിപ്പോ എത്ര? 23 അല്ലേ? ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മാസമാണ്, ഏറ്റവും വിലപ്പെട്ട സമയമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് റമദാൻ അനുകൂലമായി നീ സാക്ഷി നിർത്തണേ അല്ലാഹ്. അപ്പൊ ഈ കുറ്റം കുറവും പറച്ചില് നമ്മൾ എന്ത് ചെയ്യണം? നിർത്തന്നെ വേണം, അത് നിർത്തണം. തെറ്റും കുറ്റൊന്നും സംഭവിക്കാത്തവരിൽ ആരുമില്ല, അല്ലേ? മുസാഹിഫിന്റെ നടക്കണ്ടം പറയില്ല നമ്മള്. ആരാപ്പത്ര വലിയ മുസാഹിഫിന്റെ നടക്കണ്ടം ചോദിച്ചു. എല്ലാവർക്കും അതിങ്ങനെ പറഞ്ഞിങ്ങനെ ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞിങ്ങനെ മനസ്സ് ചീഞ്ഞവരുണ്ടായിരുന്നു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് മനസ്സ് ചീഞ്ഞതിന്റെ അടയാളാണ്, മനസ്സ് ചീഞ്ഞതിന്റെ അടയാളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വേറെ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനുണ്ട്, എന്തെല്ലാം വിഷയങ്ങളിൽ ഇടപെടാനുണ്ട്, അല്ലേ? ഒരാളെ കുറിച്ചിട്ട് അവരുടെ പിഴവുകള്, അവരുടെ കുറവുകള് സമൂഹത്തിൽ കാണിക്കുക, അവരുടെ കുറവുകള് പ്രസംഗിച്ച് നടക്കുക, അവരുടെ കുറവുകള് അയൽവാസികളോട് പറയാ, ഇപ്പുറത്ത് പറയാ, അപ്പുറത്ത് പറയാ, പീഡകുലയമെന്ന് പറയാ, അല്ലാത്ത സ്ഥലത്തെന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവം നമുക്കുണ്ടായിക്കൂടാ. തീർത്ത് പറയാണ്. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾ ആമീൻ പറയ്. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പിന്നെന്താ സ്വാലിഹീങ്ങൾ അടയാളം? സ്വാലിഹീങ്ങൾ അടയാളം എന്താ? അവർ എപ്പോഴും റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. എപ്പോഴും റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടെങ്കിൽ അത് സ്വലാഹിയത്തിന്റെ അടയാളമാണ്. തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് സ്വലാഹിയത്തിന്റെ അടയാളമാണ്. സ്വലാഹിയത്തിന്റെ ഈമാനുള്ളവർക്കേ അങ്ങനെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സംശയമില്ല. ഈമാനുള്ളവർക്ക് മാത്രമേ അങ്ങനെ തൗബ ചെയ്യാൻ പറ്റുള്ളൂ, ഈമാനുള്ളവർക്ക് മാത്രം. ഈമാൻ ഇല്ലാത്തവർക്ക് തൗബ ചെയ്യാൻ മടിയായിരിക്കും. അള്ളാഹു നമുക്ക് തൗബ ചെയ്യാം, അള്ളാഹു മനസ്സ് തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിന് മറ്റൊരായത്ത് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നസൂഹായ തൗബ നിങ്ങൾ റബ്ബിലേക്ക് ചെയ്തോളൂ. നസൂഹായ തൗബ റബ്ബിലേക്ക് ചെയ്തോളൂ. പറ്റിപ്പോയ തെറ്റുകൾ റബ്ബിന്റെ മുമ്പിൽ പറയുക. പറ്റിപ്പോയ തെറ്റുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് ഞാൻ എന്റേതും നിങ്ങളുടേതും, കാരണം എല്ലാം അറിയുന്നത് യജമാനനായ റബ്ബാണ്.
മറ്റുള്ളവർ അറിയുന്നത് അവരോട് നമ്മൾ പറയുമ്പോഴാണ്. എല്ലാം അറിയുന്ന യജമാനനായ റബ്ബിന്റെ മുമ്പിൽ തൗബൂ ഇലല്ലാഹ്, എനിക്ക് തൗബയില്ല എന്ന് ആരും കരുതരുത്. എനിക്ക് എങ്ങനെ തൗബ ഉണ്ടാവും ഉസ്താദേ, ഞാനിനി പിന്നെ എങ്ങോട്ട് നന്നാവാനാ? അങ്ങനെ പറയരുത്, അങ്ങനെ ആരും പറയരുത്. ഞാനിനി അങ്ങോട്ട് നന്നാവാനാന്നുള്ള വാക്കേ നമ്മൾ ഉപയോഗിക്കരുത്. എല്ലാവർക്കും തൗബയുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഥ പറയാറുണ്ടല്ലോ, 99 ആളുകളെ കൊന്ന് അവർക്കും തൗബയുണ്ട്. 99 ആൾക്കാരെ കൊന്ന് അവർക്കും തൗബയുണ്ട് അളിയാ എന്ന് പറഞ്ഞ് 99 ആൾക്കാരെ കൊന്നു കണ്ട അസ്തഗ്ഫിറുല്ലാഹ് ആരാന്ന് കണ്ട? അതല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. 99 ആൾക്കാരെ കൊന്നുകൊണ്ട് തൗബണ്ടല്ലോ അങ്ങനെയല്ല. സംഭവിച്ചു പോയത് കൊണ്ട് ഇനി റബ്ബിനോട് തൗബ ചെയ്യാം. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയല്ല. ഇസ്ലാമിൽ പിന്നെ തൗബല്ലോണ്ട് നല്ല സുഖ. എന്ത് തോന്നിയത് ചെയ്യാൻ എന്നിട്ട് തൗബ ചെയ്യാ, അത് കുടി പോയി പറയാം. അത് പറ്റൂല. അറിയാതെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് പലതും പറഞ്ഞു പോവുകയോ ചെയ്തു പോയേ കഴിച്ചു പോയതിലൊക്കെ ചെയ്താലേ മനസ്സറിഞ്ഞിട്ട് തൗബ ചെയ്യുക, പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുക. അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. എന്താ നമ്മൾ പറയല്ലേ, കാക്കക്കുളി പോലെ കാക്ക തൗബിയായി മാറരുത്. കാക്കൊന്ന് വെള്ളത്തിലൊന്നും കുളിച്ചും പിന്നെ നേരെ പോണത് അത് വേസ്റ്റിലേക്ക് തന്നെയാണ് അല്ലേ? എങ്കിലും അതിന് നല്ല പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. തൗബ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഒരാൾ തൗബ ചെയ്യേണ്ടത്? നാളെ അതിനെ കുറിച്ചാ പറയാം. അപ്പൊ ഇന്ന് ഈ വിഷയം തന്നെ പൂർത്തിയാക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. നസൂഹായ തൗബ നിങ്ങൾ ചെയ്യണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ശരീരത്തോട് എതിര് പ്രവർത്തിച്ചവരാരാ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, റബ്ബിന്റെ കാരുണ്യം വിശാലമാണ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയല്ലേ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയല്ലേ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ആലോചിച്ച റബ്ബിനോട് കരയുമ്പോ, ഇനി ആര് നിനക്ക് തൗബയില്ല എന്ന് പറഞ്ഞാലും, നീ നന്നാകൂലടാ എന്ന് പറഞ്ഞാലും ആ വാക്കിനൊന്നും നമ്മൾ ചെവി കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ. നീ എന്നും അങ്ങനെയാണ്, നീ എന്നും അങ്ങനെ ചെയ്യുന്നവനാണ്, നീ എന്നും ഒരു കൊലപാതകയാണ്, നീ എന്നും ഒരു കൊലയാളിയാണ്, നീ എന്നും ഒരു ധിക്കാരിയാണ്, നീ എന്നും ഒരു മദ്യപാനിയാണ്, നീ എന്നും ഒരു കള്ളനാണെന്ന് പറഞ്ഞ് മുദ്ര കുത്താതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന ജയിലിൽ കഴിയുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളോട് നമ്മളോട് പറയുകയാണ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങളെ കുറ്റവാളികളാണ്, നിങ്ങളെ കുറ്റവാളികളായി പിടിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങളെ ജയിലിൽ അടക്കപ്പെട്ടോ എന്ന് കരുതിയിട്ട് നിങ്ങളെന്നും കുറ്റവാളികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങളെന്നും കൊലയാളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങളെന്നും ഒരു തെറ്റുകാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അതിൽ നിന്ന് തൗബ ചെയ്ത റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല ജീവിതം കൊണ്ടുവരുമ്പോ നിങ്ങളൊരു പുതിയ മനുഷ്യനാവുകയാണ്. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് ജയിലിന്റെ അകത്ത് നിങ്ങൾക്ക് ശിക്ഷ ലഭിച്ചു. ആ ജയിലിൽ നിന്ന് പരോള് കിട്ടി, ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി, ജയിലിൽ നിന്ന് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ, ഇനി ഞാൻ ജനങ്ങളെ മുന്നിൽ എന്നും ഒരു തെറ്റുകാരനാണല്ലോ, ജനങ്ങളെ മുന്നിൽ എന്നും ഒരു കുറ്റവാളിയാണല്ലോ, ആ ഒരു ധാരണ നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇനി എന്റെ പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നു അല്ലാ, ഇനി പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുന്നു അല്ലാ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചെങ്കിൽ
വെച്ചെങ്കിൽ അല്ലാ, ഇനി ഞാൻ പുതിയ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എന്ന് എന്റെ ജയിലിൽ കഴിയുന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ പാപക്കറകൾ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എല്ലാ റബ്ബിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശനാവരുത്. അല്ലാഹ് പുറത്തു തരും. ആര് പുറത്തിട്ടില്ലെങ്കിലും അല്ലാഹ് പുറത്തു തരുന്നതാ. ആര് ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിലും അല്ലാഹ് ചേർത്ത് പിടിക്കുന്നതാണ്. ആര് ഒറ്റപ്പെടുത്തിയാലും അല്ലാഹു കൂട്ടിന് നിൽക്കുന്നതാ. ആര് കുറ്റപ്പെടുത്തിയാലും അല്ലാഹ് കൂടെയുണ്ടാകും. ചെറുപ്പക്കാരാ, ആര് മോശം പറഞ്ഞാലും നന്മ പറയാൻ അല്ലാഹുണ്ടാകും മോനെ. ആര് മോശപ്പെട്ട വാക്ക് പറഞ്ഞാലും നന്മ പറയാൻ അല്ലാഹു ഉണ്ടാകും. ചെറുപ്പക്കാരാ, ആര് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും കാരുണ്യത്തിന്റെ നോട്ടം നോക്കാം. നമ്മെ പടച്ച നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകും. പക്ഷേ എന്ത് വേണം? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, മനസ്സിൽ നിന്ന് അല്ലാഹുവിലുള്ള പ്രതീക്ഷ അസ്തമിക്കരുത്. ആര് കൈവടിഞ്ഞാലും ചേർത്ത് പിടിക്കാൻ അല്ലാഹുവുണ്ട്. ചേർത്ത് പിടിക്കാൻ അല്ലാഹുവുണ്ട്. ഇന്നല്ലാഹ മഅന, എപ്പോഴും അല്ലാഹു നമ്മുടെ കൂടെയാണ്. അല്ലാഹു വല്ലാത്തൊരു കാരുണ്യവാനാണ് അല്ലേ? നമ്മുടെ അടുക്കൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചോക്കണ്ടേ, ഈ ലോകത്തിലുള്ള ആളുകൾ, ഈ ലോകം മുഴുവനും ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. അത് ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. ലോകം മുഴുവനും ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ കൂടെയുണ്ടാവും നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാവും. വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും റബ്ബിന്റെ മുമ്പിൽ നമ്മളെ ഏറ്റുപറയുക. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടാവും, ഉറപ്പാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എപ്പോഴും തണൽ നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എപ്പോഴും തണൽ നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് എപ്പോഴും നീ തണൽ നൽകണേ അല്ലാ. പ്രിയപ്പെട്ട എന്റെ അറിവിന്ദിലാവിന്റെ മുത്തു മോമിനീങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, നല്ല മനസ്സോടെ പ്രതീക്ഷ അർപ്പിക്കണം റബ്ബിലെ. നല്ല മനസ്സോടെ എപ്പോഴും റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കണം. എന്റെ റബ്ബിനെ കാണുമല്ലോ, എന്റെ റബ്ബെനിക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലി തരുമല്ലോ. ഡ്രൈവിംഗ് ടെസ്റ്റ്, ലൈസൻസിന്റെ ടെസ്റ്റ് എടുത്തിട്ട് എപ്പോ ടെസ്റ്റ് എടുത്താലും പൊട്ടാണ് ഉസ്താദെ. അള്ളാഹു വിജയിപ്പിക്കും. ഒരു നാൾ അള്ളാഹു വിജയിപ്പിക്കും. ഒരു നാൾ അള്ളാഹു വിജയിപ്പിക്കും. വിഷമിക്കരുത്. ഒരു ജോലി ആയില്ല എന്ന് കരുതി വിഷമിക്കരുത്. അള്ളാഹ് തരും. കല്യാണം ശരിയായില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചോണ്ട് എന്ത് കിട്ടാനാ? നവീന എന്തെങ്കിലും കിട്ടണമെങ്കിൽ റായത്തെ നല്ലോ ടെൻഷൻ അടിച്ചിങ്ങനെ അല്ലാഹ് മക്കളായില്ല എന്ന് കരുതി ടെൻഷൻ ആവരുത്. അള്ളാഹ് തരും. ഇന്നിപ്പോ കണ്ടില്ല, ഇന്ന് 8 സഹോദരങ്ങൾ വന്നിട്ടാണ് സന്തോഷം പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഒരു നാൾ നിങ്ങളും പറയും, ഉറപ്പാണ്. ഒരു നാൾ നിങ്ങളും പറയും, എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട മകള് ഗർഭിണിയായി ഉസ്താദേ എന്ന് സന്തോഷത്തോടെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് റബ്ബിനോട് നിരന്തരം ചോദിച്ച് റബ്ബ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ സന്തോഷം ഒരിക്കൽ പറയും. ലാ ശക്ക ഫീഹി, ഒരു സംശയവുമില്ല, ഉറപ്പാണ്. ബി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു തരും, ഉറപ്പാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എത്ര ആളുകൾക്ക് അള്ളാഹു നൽകിയത് ചരിത്രം പറയുന്നു. കാരണങ്ങൾ പലതുണ്ടാവാം. ഏറ്റവും ഉദാഹരണമാണ് മഹദിയായ ബീവി മറിയം റളിയല്ലാഹു അൻഹ. ഭർത്താവുണ്ടോ മഹദിക്ക്? അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നുമോൻ അള്ളാഹു കനിഞ്ഞു നൽകിയില്ലേ? തടസ്സമാണ്. ഭർത്താവില്ല എന്നുള്ള വലിയൊരു തടസ്സല്ലേ? പക്ഷേ ഭർത്താവില്ലാതെയും തടസ്സങ്ങളെ മാറ്റി അള്ളാഹുവിനെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ അകത്ത് ഈസാ നബി എന്ന പൊന്നുമോന്റെ പ്രിയപ്പെട്ട ആ കുഞ്ഞിനെ കൊടുക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞെങ്കിലേ സ്വാലിഹീങ്ങളെ മറ്റൊരടയാളം അതാണ്. അവര് റഹ്മത്തിനെ തൊട്ടവര് നിരാശരാവില്ല. ആര് ഇൻസൾട്ട് ചെയ്താലും അവർ ഇൻസൾട്ട് ആവില്ല.
ആര് തരം താഴ്ത്തിയാലും, ആര് മനസ്സിനെ തളർത്തുന്ന കുത്തുവാക്കുകൾ ഓരോന്നോരോന്നായി പറഞ്ഞാലും, കുന്നുകുലുങ്ങിയാലും കുഞ്ഞാത്തു കുലുങ്ങൂല എന്ന് പറഞ്ഞ പോലെ അവരെ മനസ്സ് തളരൂല. ഇല്ല, ഞാൻ പിറകോട്ടില്ല, ഞാൻ തീരുമാനിച്ചതിൽ നിന്ന് ഒരടി ഞാൻ പിറകോട്ടില്ല. ഇല്ലേ? ഉറച്ച മനസ്സ് നമുക്ക് വേണം, ഉറച്ച മനസ്സ്. അതിന് ചിലപ്പോ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും കിട്ടണമെങ്കിൽ, എങ്കിലും അള്ളാഹു തരും. ഉറച്ച മനസ്സോടെ നമ്മൾ കാത്തിരിക്കാം. അതാണ് സ്വാലിഹീങ്ങളെ മറ്റൊരു അടയാളം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന അടയാളങ്ങൾ നമ്മൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അല്ലാഹുവേ 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 അല്ലാഹുവേ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹീങ്ങളെ അടയാളം പറയുന്നിടത്ത് പറയുകയാണ്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടവർ ഒരിക്കലും തന്നെ നിരാശരാകോല സ്വഹാബാ. റഹ്മത്തിനെ തൊട്ട് എപ്പോഴും നമ്മൾ നിരാശനാവരുത്. എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിരിക്കണം, അല്ലാഹ് എനിക്ക് തരുമല്ലോ, അല്ലാഹ് എനിക്ക് തരുമല്ലോ, എന്റെ വിഷമങ്ങൾ അല്ലാഹു മാറുമല്ലോ, എന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുമല്ലോ, എന്റെ സങ്കടങ്ങൾ അല്ലാഹു നീക്കുമല്ലോ, എന്റെ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിത്തരുമല്ലോ, എന്റെ വിഷമങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും എന്റെ ദുരിതങ്ങളും എന്റെ ദുഃഖങ്ങളുമെല്ലാം അല്ലാഹുവേ 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 എല്ലാം 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 അല്ലാഹുവിനിക്ക് മാറ്റിത്തരുമെന്ന പോലെ പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കണം. റബ്ബ് നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين.
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني
اللهم اعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് പരിശുദ്ധമായ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങൾ ഒരുപാട് നേരം ദിക്റുകൾ ചൊല്ലി റബ്ബേ നീ ഇഷ്ടപ്പെട്ട ദിക്റാണ് അല്ലാഹ് നീ പൊരുത്തപ്പെട്ട ദിക്റാണ് അല്ലാഹ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിക്റാണ് റബ്ബേ ഞങ്ങൾ ചൊല്ലിയത് അല്ലാഹ് എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്ക റബ്ബേ ഞങ്ങളെ ഹസനാത്ത് വർദ്ധിക്കാൻ ഇതെല്ലാം സബബാക്കണേ അല്ലാഹ് തൗബയുടെ കവാടം നമ്മ വിളിക്കുന്നു എന്ന വിഷയമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുത്ത കാരണം കൊണ്ട് ജീവിതത്തിന്റെ ഇടയിൽ ഞങ്ങളെ ഈ ചെറിയ ലൈഫിനിടയിൽ വന്നുപോയ പാപപ്പിഴവുകളെല്ലാം നീ ഞങ്ങളോട് അഫ്വ് നൽകണേ അല്ലാഹ് മാപ്പാക്കണേ അല്ലാഹ് മാപ്പാക്കണേ അല്ലാഹ് പൊരുത്തപ്പെടണേ അല്ലാഹ് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലോ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലോ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലോ അർഹമുർ-റഹീമായ റബ്ബേ എല്ലാം ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ കബൂലാക്കണം അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനേ പരിശുദ്ധമായ റമളാൻ മാസം ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റുകളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനേ പരിശുദ്ധമായ പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്